രാജ്യത്തെ നിയമചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഏട് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നു. സൂറത്താണ് അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു തടവുകാരൻ, ആ തടവുകാരൻ ശിക്ഷിക്കപ്പെട്ടത്, തടവുകാരനായി മാറിയത് വിദേശ രാജ്യത്താണ്. ആ തടവുകാരനെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇന്ത്യയിലേക്ക് എത്തിച്ച് ഇന്ത്യൻ ജയിലിൽ അടച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഇന്ത്യക്ക് പുറത്തുള്ള പ്രതികളെ പോലും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തൊരു സാഹചര്യം ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ന് ഇന്ത്യ വളർന്ന് പടർന്ന് പന്തലിച്ചിരിക്കുന്നു എന്നതാണ് ഈ വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്തെ നിയമ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഗുജറാത്ത് പോലീസ് വിദേശത്ത് നിന്ന് ഒരു പ്രതിയെ, ഒരു തടവുകാരനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് മനസ്സിലാവുന്നത്. ബ്രിട്ടീഷ് എസ്കോർട്ട് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം ഈ ബ്രിട്ടീഷ് തടവുകാരനെ ഗുജറാത്ത് പോലീസിന് കൈമാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് ജിഗു സോർത്തി എന്നാണ്. ബ്രിട്ടനിൽ അദ്ദേഹം ചെയ്ത കുറ്റം എന്ന് പറയുന്നത് പ്രതിശ്രുത വധുവിനെ കുത്തിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ഇങ്ങനെ കുത്തിക്കൊലപ്പെടുത്തിയ അദ്ദേഹം അവിടെ വിദേശത്ത് തടവിൽ കഴിയുകയായിരുന്നു. അപ്പോൾ വിദേശത്തിന് പകരം പ്രാദേശിക ജയിലിൽ, അതായത് തൻ്റെ സ്വന്തം നാട്ടിലെ ജയിലിൽ തനിക്ക് കഴിയാനുള്ള അവസരം ഒരുക്കണമെന്ന് പറഞ്ഞ് UK കോടതിയിൽ അദ്ദേഹം ഒരു അപേക്ഷ കൊടുത്തു. കാരണം തൻ്റെ നാട്ടുകാരും തൻ്റെ ബന്ധുക്കളുമെല്ലാം ഗുജറാത്തിലാണുള്ളത്. അവരുടെ അടുത്തുള്ള ജയിലിൽ തനിക്ക് കഴിയണമെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ കോടതി അത് അംഗീകരിച്ചു. ഡൽഹിയിൽ നിന്നും സൂറത്തിലെ ലാജ്പൂർ ജയിലിലേക്ക് അദ്ദേഹം ഡൽഹിയിലെത്തി. അവിടെ നിന്നും ബ്രിട്ടീഷ് എസ്കോർട്ടോടുകൂടി അദ്ദേഹം ഡൽഹിയിലെത്തി. അദ്ദേഹത്തിന് ഗുജറാത്ത് പോലീസിന് കൈമാറി. ശേഷം അദ്ദേഹം ലാജ്പൂർ ജയിലിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവന്നതായിട്ടാണ് ജയിൽ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ബ്രിട്ടനിലെ ലെസ്റ്റർ കോടതിയാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത്. ജീവപര്യന്തം ആണ് അദ്ദേഹത്തിന് തടവ് കൊടുത്തത്. ജീവപര്യന്തം തടവുള്ള അദ്ദേഹം ഇനി ഇന്ത്യയിലെ ഗുജറാത്തിലെ സൂറത്തിലെ ജയിലിലായിരിക്കും യഥാർത്ഥത്തിൽ കഴിയുക എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇനി ഇദ്ദേഹത്തിന്റെ കേസ് എന്താണ് എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് പരിശോധിക്കാം. 24 വയസ്സുകാരനാണ് ഈ ജിഗു എന്ന് പറയുന്ന ഈ വ്യക്തി. ഇദ്ദേഹത്തിന് ഒരു പ്രതിശ്രുത വരനായിരുന്നു. ഭവി പ്രവീൺ എന്ന് പറയുന്ന ഒരു യുവതിയെയാണ് ഇദ്ദേഹം വിവാഹം കഴിക്കാനായിട്ടിരുന്നത്. സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഭവി പ്രവീണിനെ ലെസ്റ്ററിലെ വീട്ടിൽ വെച്ച് ഇയാൾ 4 തവണ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ കേസ്. ഈ ഭവിനി എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ വീട്ടുകാർക്ക് ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധം യാതൊരുവിധ തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ വലിയ എതിർപ്പ് ഈ ഭവിനിക്ക് ഉണ്ടായിരുന്നു. ആ ബന്ധം മുന്നോട്ട് പോകില്ല എന്ന് വീട്ടുകാർ ഭവിനിയോട് വിശദീകരിച്ചു. സ്വാഭാവികമായിട്ടും ജഗു സോർത്തി എന്ന് പറയുന്ന ഈ വ്യക്തി ഭവിനിയുമായിട്ട് അടുപ്പത്തിലായിരുന്നു. ഭവിനിയുടെ സ്വഭാവം കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ മാറി വരുന്നതായിട്ട് ഇദ്ദേഹം കണ്ടു. ഇദ്ദേഹവുമായി അകൽച്ചയിലായതിനെ തുടർന്ന് മാർച്ച് 2 ഉച്ചയോടെ ഭവിനിയുടെ വീട്ടിലെത്തി ഇദ്ദേഹം അവരെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ 2 മണിക്കൂറിന് ശേഷം അയാൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയാണ് എന്നും നമുക്ക് മനസ്സിലായി. കീഴടങ്ങിയ ശേഷം അദ്ദേഹത്തെ ലെസ്റ്റർ കോടതി ജീവപര്യന്തത്തിൽ ശിക്ഷിച്ചു കഴിഞ്ഞ ശേഷം UK കോടതിയിൽ അദ്ദേഹം പറയുന്നു, എനിക്ക് നാട്ടിലെ ജയിലിൽ വന്ന് കഴിയണമെന്ന്. അങ്ങനെയാണ് അദ്ദേഹം നാട്ടിലെ ജയിലിൽ വന്ന് കഴിയുന്നത്. ഇത് നമ്മുടെ നിയമചരിത്രത്തിൽ തന്നെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ഏടാണ്. നമ്മുടെ രാജ്യത്തെ ജയിലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത് നമ്മുടെ രാജ്യവും യുകെയുമായി ചേർന്നുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. രാജ്യത്തിന്റെ നിയമചരിത്രത്തിൽ സുവർണ ലിപികളിൽ ഒരുപക്ഷെ എഴുതി വെക്കേണ്ട ആദ്യത്തെ ചരിത്ര സംഭവം എന്ന് പോലും നമുക്കിതിനെ വ്യാഖ്യാനിക്കാനായി സാധിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.